ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ ഉണരുവാൻ കാത്തിരുന്ന പാടിയായിരുന്നു അനിയത്തി ഒരു റിക്വസ്റ്റുമായി എത്തിയത്. എൻ്റെ കൂടെ ഒന്ന് SBI വരുമോടി എന്ന അവളുടെ റിക്വസ്റ്റിന് മുകളിൽ കഴിക്കാൻ അപ്പാപ്പം വാങ്ങിത്തന്നാൽ വരാം എന്നായി ഞാൻ. എന്തു തേങ്ങയെങ്കിലും വാങ്ങിത്തരാം എന്ന് അവൾ പറഞ്ഞ മറുപടി കേട്ടപാടെ ഞാൻ ഒരുങ്ങി ചുന്തിരിമണിയായി പോകുവാൻ റെഡിയായി. അപ്പോഴാണ് അടുത്ത പ്രശ്നം. മക്കൾ സനി എന്ത് ചെയ്യും? മൂത്താളെ കൊണ്ടുപോയി ചുനക്കര ചന്ത എത്തും മുന്നേ ഞങ്ങളുടെ കീശ കാലിയാകും എന്ന കാരണത്താൽ അയ്യപ്പായെ കൊണ്ടുപോകാതെ പകരം കുഞ്ഞാളെ ഒരുക്കി മുടുക്കനാക്കി ഞങ്ങൾ ഞങ്ങളുടെ നടവണ്ടി സ്റ്റാർട്ട് ചെയ്തു. ചുനക്കര ചന്തയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ അത്തക്കം പുത്തക്കം നടന്നു തുടങ്ങി. ജംഗ്ഷനിലെത്തിയ പാടെ തന്നെ ഞങ്ങൾക്ക് ബസ്സും കിട്ടി, അതും ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ബാലഗോപാൽ. അങ്ങനെ എൻ്റെ ഭാവിയുടെ കന്നി ബസ് യാത്ര ബാലഗോപാലിൽ നിന്നും അതിഗംഭീരമായി ആരംഭിച്ചു. ചാരുമൂട് എത്തിയ പാടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുവാൻ വേണ്ടി ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കൊന്ന് കയറി. ശേഷം ഞങ്ങളുടെ നടവണ്ടി ലക്ഷ്യം വെച്ചു SBIയിലേക്ക്. ബാങ്കിലെത്തി ഞങ്ങൾ പോയ കാര്യമെല്ലാം സാധിച്ച ശേഷം ഞങ്ങളുടെ നടവണ്ടിയുടെ അടുത്ത ലക്ഷ്യം ബേക്കറിയിലേക്കായി. ഷാർജ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ബേക്കറിയിൽ കയറ്റിയ എന്നെ അവൾ ഫ്രഷ് ലൈമിലും പബ്സിലും ഒതുക്കി. അതും കഴിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ഒരു കമ്മൽ മേടിക്കാൻ ഫാൻസി ഷോപ്പിലേക്ക്. അവിടെ എത്തിയത് എന്തിനാണോ ആ കാര്യം വാങ്ങിയതുമില്ല, എങ്കിലും ഷോപ്പിൽ നിന്ന് കുറച്ച് മിറർ ഫോട്ടോസ് എടുക്കാൻ ഞങ്ങൾ ഒട്ടും മറന്നതുമില്ല. ഏതൊക്കെ വലിയ ഫാൻസി ഷോപ്പിൽ കയറിയാലും ഇതുപോലെയുള്ള ബംഗാളി ചേട്ടന്മാരുടെ കയ്യിൽ നിന്നും വില പേശി കമ്മലുകൾ മേടിക്കുന്ന കാര്യത്തിൽ എൻ്റെ അനിയത്തി ഒരു ജിഞ്ചിനാക്കിൽ തന്നെയാണ് എന്ന് ഈ വെട്ടും അവൾ അതിഗംഭീരമായി തെളിയിച്ചു. അടുത്ത് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ചുനക്കര ചന്തയിലേക്കായി. ഭാവിയെ കൊണ്ട് എങ്ങനെയൊക്കെയോ ബസ്സിൽ വലിഞ്ഞു കയറി ഞങ്ങൾ ചുനക്കര ചന്തയിലെത്തി. വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങവേ ഞങ്ങളുടെ നടവണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറിയാണ് വീട്ടിലേക്ക് എത്തിയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടണേ. ഓക്കെ, ബൈ ബൈ.